ഞങ്ങളുടെ സ്വന്തം ശരീരം മറന്ന് ഞങ്ങളുടെ നേതാവിനെ സംരക്ഷിക്കാൻ ഞങ്ങൾ എല്ലാ നിലക്കും നിർബന്ധിതരും കടപ്പെട്ടവരുമാണ് എന്നുള്ള നിലക്ക് ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞു. അതൊരു ചെറുപ്പക്കാരനാണ്. ഈമാനികമായ ധൈര്യവും ശൗര്യവും അതുപോലെ തന്നെ പ്രാപ്തിയും ലഭിച്ച മഹാൻ. അല്ലാഹു അവരുടെ കൂടെ സുഖലോക സ്വർഗത്തിൽ നമ്മെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. 18 വയസ്സുള്ള സമയത്താണ് എന്റെ സഹോദരന്മാരെ ശ്രദ്ധിക്കണം. 18 വയസ്സുള്ള ചെറുപ്പക്കാരനായ സമയത്ത് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിനെ നമ്മുടെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞേക്കുകയാണ്. ഇവിടത്തേക്ക് യമനിലേക്ക് പറഞ്ഞേക്കുന്നു. അവിടുത്തെ ജഡ്ജായി അവിടുത്തെ മതകാര്യങ്ങൾ തീരുമാനിക്കാനും തീരുമാനം പറയാനും ന്യായാധിപനായിട്ട് പൂർണ്ണമായ ഒരു തീരുമാനം പറയാനുള്ള പക്വതയുള്ള ഒരു പണ്ഡിതനായി 18 വയസ്സ് മാത്രമുള്ള സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിനെ നമ്മുടെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞേക്കുന്നു. എന്തിന്റെ പേരിലാണ്? അവരുടെ ഈമാനിക ശേഷി, ഈമാനിക പവർ. നമ്മുടെ അവസ്ഥ എന്തായിരിക്കും ആ കാലങ്ങളിലൊക്കെ? ഇത് കേൾക്കണോ നിങ്ങൾക്ക്? നിങ്ങൾ കേട്ടിട്ടില്ലേ ബഹുമാനപ്പെട്ട റാഫി ഇബ്നു ഖദീജ് റളിയല്ലാഹു അൻഹു? ആ റാഫി ഇബ്നു ഖദീജ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് സമ്മതം ചോദിക്കുന്നു. യുദ്ധത്തിന് സമ്മതം ചോദിച്ചു. യുദ്ധത്തിന് സമ്മതം ചോദിച്ചപ്പോൾ നമ്മുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ സമ്മതം നൽകില്ലയോ? എന്നെ റിജക്റ്റ് ചെയ്തേക്കുമോ? എന്നെ മടക്കി അയച്ചേക്കുമോ എന്ന് പേടിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട റാഫി ഇബ്നു ഖദീജ് 20 വയസ്സിൽ താഴെയുള്ള ചെറുപ്പക്കാരനാണ്. യുദ്ധത്തിനങ്ങ് സമ്മതം ചോദിക്കുമ്പോ അവിടുന്ന് സമ്മതം കൊടുക്കാൻ നേരത്ത് അതാ അപ്പുറത്ത് നിൽക്കുന്ന 16 വയസ്സുള്ള സമ്രത്ത് ഇബ്നു ജുൻദുബ് റളിയല്ലാഹു അൻഹു, ആ സമ്രത്ത് ഇബ്നു ജുൻദുബ് തങ്ങൾ ചോദിക്കുന്നു, ആ റാഫി ഇബ്നു ഖദീജിന് നിങ്ങൾ അലോട് ചെയ്താൽ, നിങ്ങൾ സമ്മതം നൽകിയാൽ, ഓ നബിയേ, ധർമ്മത്തിന്റെ മേലാകാശം പണിയാനുള്ള പക്വതയും തന്റെ ഇടവും എനിക്കുമുണ്ട് നബിയേ. അതുകൊണ്ട് ഞാനും യുദ്ധത്തിന് വരട്ടെ നബിയേ എന്ന് ചോദിക്കുമ്പോ ആ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ ചെറുപ്പക്കാരനായ ആ സമ്രത്ത് ഇബ്നു ജുൻദുബിന് സമ്മതം നൽകിയില്ല. ആ സമ്മതം നൽകാതിരുന്നപ്പോ അവിടുന്ന് നിർബന്ധം പിടിച്ച് നബി തങ്ങളോട് ചോദിക്കുന്നു, ആ റാഫി ഇബ്നു ഖദീജിന് കഴിയുമെങ്കിൽ എനിക്കും കഴിയും നബിയേ. ഞാൻ ചെറിയവനാണെന്ന് എന്നെ റിജക്റ്റ് ചെയ്യണ്ട. അവസാനമായി മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ റാഫി ഇബ്നു ഖദീജിനെയും സമ്രത്ത് ഇബ്നു ജുൻദുബ് റളിയല്ലാഹു അൻഹുമാ രണ്ടുപേരെയും ഒരു ഗുസ്തിക്ക് അനുവാദം നൽകുന്നു. രണ്ടുപേരോടും ഗുസ്തി പിടിക്കാൻ പറയുന്നു. രണ്ടുപേരും അങ്ങ് നല്ല ഫൈറ്റ് ചെയ്തപ്പോ ആ ഫൈറ്റിംഗിൽ ചെറുപ്പക്കാരനായ സമ്രത്ത് ഇബ്നു ജുൻദുബ് തങ്ങൾ വിജയിച്ചു പോയി. അപ്പോ നബി തങ്ങളതാ സമ്മതം നൽകുന്നു. രണ്ടുപേർക്കും അനുവാദം നൽകുന്നു. എന്താണ് ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക? ഇതുകൊണ്ട് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുക? ആർഭാടത്തിന്റെയും അതുപോലെ തന്നെ മോഡൽ ആധുനിക മീഡിയയുടെയും സോഷ്യൽ നെറ്റ്വർക്കിന്റെയും പിന്നാലത്തെ ഒളിച്ചും അതുപോലെ തന്നെ പരസ്യമായും തോന്നിവാസവും അരുതായ്മയും ചെയ്തു കൂടുന്ന തെണ്ടികളും തെമ്മാടികളുമാകുന്ന ഒരു സമൂഹത്തോടാണ് ഇതൊക്കെ വിളിച്ചു പറയാനുള്ളത്.
ഒരു ജനതയാണ് ഇപ്പോൾ ഉള്ളത്. കാലത്തിന്റെ 21-ാം നൂറ്റാണ്ടെന്നുള്ളത് ടെക്നോ ഡെവലപ്മെന്റുകളും അതുപോലെ തന്നെ എല്ലാ നിലക്കുള്ള റെവല്യൂഷനുകളുടെ കാലഘട്ടമാകുമ്പോൾ നിങ്ങൾ ധരിച്ചു പോകണ്ട മുഅ്മിനീങ്ങളെ, ചെറുപ്പക്കാരെ, ഈ ആധുനിക കാലഘട്ടമാണ് ഉചിതമെന്ന് ഒരിക്കലും നിങ്ങൾക്ക് ആ നിലക്കുള്ളൊരു ധാരണ വന്നു പോകണ്ട. ആ നിലക്കുള്ള തോന്നൽ വന്നാൽ ആ ധാരണ പൂർണ്ണമായും തിരുത്തപ്പെടേണ്ടതാണ്. കാരണം മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ അവിടുത്തെ തിരുനാക്കുകൊണ്ട് പഠിപ്പിച്ചതാണ് ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഏറ്റവും നല്ലൊരു ജനറേഷൻ, ഏറ്റവും നല്ലൊരു നൂറ്റാണ്ടെന്ന് പറയുന്നത് എന്റെ നൂറ്റാണ്ടാണ് മുഅ്മിനീങ്ങളെ. പിന്നീട് നിങ്ങൾ ആരെയെന്ന് അറിയാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവരോട് തൊട്ടു പിറകിലുള്ള ഒരു നൂറ്റാണ്ട് ഏതൊരു കാലയളവാണോ അവരാണ് നല്ലൊരു ജനത. അവർക്ക് പിന്നിൽ വരുന്നത് അതൊരിക്കലും സ്റ്റാൻഡേർഡിലോ സ്ഥാനത്തിലോ മുന്നിലല്ല, പിന്നിൽ തന്നെയാണ്. അങ്ങനെ കാലം 14ഉം 15ഉം നൂറ്റാണ്ടുകൾ കഴിഞ്ഞു. കാലം പിന്നിട്ടപ്പോഴേക്ക് ഒരുപാട് അധപ്പതങ്ങളും വേണ്ടാത്തതുകളും അരുതായ്മകളും നടക്കുമ്പോൾ ഖിയാമത്ത് ദിവസം വെളിപ്പാടകരെ നമ്മുടെ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പണ്ടൊക്കെയാണെങ്കിൽ അരുതായ്മകളും അനാശാസ്യ പ്രവണതകളുമൊക്കെ അങ്ങോട്ട് സാഹസപ്പെട്ട് നടക്കേണ്ടിയിരിക്കുന്ന കാലഘട്ടമാണ്. എന്നാൽ ഇന്നുള്ള കാലങ്ങളിൽ അരുതായ്മകൾ ചെയ്യാൻ, വ്യഭിചാരം ചെയ്യാൻ, കള്ളുകുടിക്കാനും സാഹസപ്പെടേണ്ടതില്ല. പെണ്ണിങ്ങോട്ട് വരികയാണ്, കള്ളിങ്ങോട്ട് വരികയാണ്. അതുപോലെ തന്നെ മണിക്കൂറിൽ 900-ഉം 1000-ഉം മൈൽസ് കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന ഫ്ലൈറ്റ് ഓടുമ്പോൾ അത് പൊന്തി അങ്ങോട്ട് വരുമ്പോൾ അതാ നിങ്ങൾക്ക് കള്ള് വേണോ, ജഹന്നമ വേണോ, അതേ സിജീന് വേണോ, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് കള്ളിന്റെ പേരിങ് പറഞ്ഞു തുടങ്ങി നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. കള്ളിങ്ങോട്ട് വരുന്നു. അതുപോലെ തന്നെയാണ് ഓരോ പ്രവണതകളും നടക്കുന്നത്. എല്ലാ വേണ്ടാത്തതും ഇങ്ങോട്ട് വരികയാണ്. സാഹസപ്പെടുകയോ ബുദ്ധിമുട്ടേണ്ടതോ ഇല്ലാത്ത നിലക്കാണ്. 5 സ്റ്റാറുകളും മറ്റുള്ള ഒരുപാട് സ്റ്റാറുകളാകുന്ന ഹോട്ടലുകളും മറ്റുമെല്ലാം ഇവിടെ വരുന്നതും ഇവിടെ ഈ നിലക്ക് നമ്മെ പഴപ്പിക്കുന്ന വഴിയിലേക്ക് നയിക്കാൻ വേണ്ടി മാത്രമാണ്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, നമുക്ക് നന്നാകാനുള്ള പഴുതുള്ള ഒരൊറ്റ വഴി നിങ്ങളാരും വിചാരിക്കേണ്ട പോംവഴി ഏതാണ്? രക്ഷപ്പെടാനുള്ള പാത ഏതാണ്? ഈ ആധുനിക സിദ്ധാന്തങ്ങളും കണ്ടുപിടുത്തങ്ങളും അതുപോലെ തന്നെ ഈ നിലക്കുള്ള ഒരുപാട് ടെക്നോ ഡെവലപ്മെന്റിന്റെ പുരോഗമന കാലഘട്ടത്തിൽ നമുക്ക് വിജയിക്കാനുള്ള മാർഗം അത് നമ്മുടെ ഈ കാലമെന്ന് ധരിച്ചു പോകണ്ട. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഞാൻ ചോദിക്കട്ടെ, മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ നമ്മൾക്ക് ഓർത്ത് കരഞ്ഞിട്ടുണ്ട്. ആ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതേ നമ്മുടെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സുജൂദിൽ കുമ്പിട്ട് കരഞ്ഞില്ലയോ? ആ സമയത്ത് അവിടുത്തെ പ്രിയപ്പെട്ട പുതിയാപ്പള ഇസ്ലാം റിപ്പബ്ലിക്കിന്റെ 4ാം ഭരണാധികാരി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എന്ന് ചോദിച്ചില്ലേ, നബിയേ, എല്ലാം അല്ലാഹു അങ്ങേക്ക് നൽകിയിട്ടുണ്ടല്ലോ നബിയേ. ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീനാ. ഒരുപാട് ഔദാര്യത്തിന്റെ കവാടങ്ങൾ അങ്ങേക്ക് തുറന്നു തന്നതല്ലയോ? ഇന്നാത്തുനാകൽ കൗസർ, നിങ്ങൾക്ക് എല്ലാ നിലക്കും അനുഗ്രഹീതമായ ഏറ്റവും വലിയ സ്ഥാനമാകുന്ന ഹൗലുൽ കൗസർ, അതിന്റെ അതോറിറ്റി അങ്ങയുടെ കയ്യിലല്ലയോ? ഞാൻ നേരത്തെ പറഞ്ഞ ഇമാം ഫഖ്റുദ്ദീനുർ റാസി റഹിമഹുല്ലാഹ് ഈ ആയത്ത് വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നു, ഹൗദുൽ കൗസറാണെന്ന് പറഞ്ഞിട്ടുണ്ട് വ്യാഖ്യാനങ്ങൾക്കിടയിൽ. അതിന്റെ കൂട്ടത്തിൽ ഇമാം ഫഖ്റുദ്ദീനുർ റാസി റഹിമഹുല്ലാഹ് അൽ കൗസർ എന്ന് പറഞ്ഞാൽ ഖൈറുൽ കസീർ, എണ്ണമറ്റ ഔദാര്യങ്ങൾ, എണ്ണമറ്റ നല്ല കാര്യങ്ങൾ അങ്ങയ്ക്ക് തന്നിട്ടുണ്ടല്ലോ.
അതുപോലെ നിങ്ങൾക്ക് നൽകപ്പെട്ടതിന് പുറമെ നിങ്ങൾക്ക് മഖാമുൽ മഹ്മൂദ് ഉണ്ടല്ലോ, വസീലയുണ്ടല്ലോ, ഫളീലയുണ്ടല്ലോ. അസാ അൻ യബ്അഥക റബ്ബുക മഖാമൻ മഹ്മൂദാ. ഉന്നതമായ സ്ഥാനം, അതേ ഉയർന്ന സ്ഥാനമുണ്ടല്ലോ, അതങ്ങേക്ക് അല്ലാഹു നൽകുമല്ലോ. ഇനി പോരെങ്കിൽ അങ്ങേക്ക് സമാധാനമാകുന്ന നിലക്ക് നമ്മുടെ സർവേശ്വരനായ റബ്ബ് അല്ലാഹു ജല്ല ജലാലുഹു അവൻ പഠിപ്പിച്ചില്ലേ, വലസൗഫ യുതീക റബ്ബുക ഫതർളാ. നൽകിയതൊന്നും മതിയാകാഞ്ഞിട്ടല്ല, നൽകിയതൊന്നും പോരാഞ്ഞിട്ടല്ല, ഒരുപാട് നൽകിയതിനപ്പുറം ഇനിയും അങ്ങേക്ക് നൽകാനുണ്ട്, ഇനിയും അങ്ങേക്ക് ലഭിക്കാനുണ്ട് എന്ന് പറഞ്ഞ് അപ്പോഴങ്ങേക്ക് തൃപ്തി വരുമെന്ന് പറയുന്നത് കൂടെയുള്ള സാജിബിന് മുആദല്ല, അതുപോലെ റാഫി ഇബ്നു ഖദീജല്ല, സമ്രത്ത് ബിൻ ജുൻദുബ് റളിയല്ലാഹു അൻഹുമല്ല. അവരാരുമല്ല പറയുന്നത്. എന്തിനധികം പറയണോ, തന്റെ യാത്രയിലും നാട്ടിലുമൊക്കെ കൂടെയുള്ള അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറയുന്നതല്ല. എല്ലാം സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന സർവേശ്വരനായ അല്ലാഹ് അവൻ സ്വന്തമായി പറയുന്നു, ഓ നബിയേ, അങ്ങേക്കെനിയും നൽകാനുണ്ട്. ആ നൽകുമ്പോൾ അങ്ങ് പൂർണ്ണമായും തൃപ്തിയുള്ളവരാകും, അങ്ങ് പൂർണ്ണമായും സാറ്റിസ്ഫൈ ഉള്ളവരാകും എന്ന് പറഞ്ഞപ്പോൾ ആ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ പെടണ്ടേ? ആ നബിതങ്ങൾ പറഞ്ഞ പ്രാർത്ഥനയിൽ നമ്മൾ പെടണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതെന്താണ്? ഇതിന് തലകുലിച്ച് ചിരിച്ചില്ല, തലകുലിക്ക് ചിരിച്ചില്ല. നമ്മുടെ നേതാവ് അവിടുന്ന് നമ്മെ വിസ്മരിച്ചില്ല, നമ്മെ മറന്നുപോയില്ല. നമ്മുടെ നേതാവ് അവിടുന്ന് നമുക്ക് വേണ്ടി ചോദിച്ചു, വഇദല്ല അർളാ വവാഹിദത്തും മിൻ ഉമ്മത്തി ഫിന്നാർ. ഓ അല്ലാഹ്, എനിക്കൊരുപാട് നൽകിയിട്ടുണ്ട്, എനിക്ക് വസീലയും ഫളീലയും നൽകിയിട്ടുണ്ട്. സ്വർഗത്തിന്റെ ഉദ്ഘാടകൻ ഞാനാണ്, ഞാനാണ് സ്വർഗം ഉദ്ഘാടനം ചെയ്യാനുള്ളവൻ. അതൊക്കെ ശരി തന്നെ, അതൊന്നും എനിക്ക് വേണ്ട. എനിക്ക് വേണ്ടതൊന്ന് മാത്രമാണ്. ഈ മഞ്ചേശ്വരക്കാരായ നമ്മൾ ഉൾപ്പെടെയുള്ള റസൂലുള്ളാഹിന്റെ കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, അവരാരും നരകാവകാശികളാകരുത്. വഇദല്ല അർളാ വാഹിദത്തും മിൻ ഉമ്മത്തി ഫിന്നാർ. എന്റെ ഉമ്മത്തിൽ ഒരാളും നരകാവകാശികളാകരുത് അല്ലാഹ്. അത് നീ എനിക്ക് ശൂർ നൽകുമോ? എനിക്ക് നീ ഉറപ്പ് നൽകുമോ? എന്നാൽ ഞാൻ സന്തുഷ്ടനാണ് അല്ലാഹ്. ആ നിലക്കുള്ള നമ്മുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ നിലക്ക് സുജൂദിൽ കുമ്പിട്ട് കരയുന്ന സമയത്ത് പ്രിയപ്പെട്ട പുതിയാപ്പള അടുത്തു ചെന്ന് ചോദിച്ചു, എന്തിനാണ് നബിയേ അങ്ങ് സങ്കടപ്പെടുന്നത്, എന്തിനാണ്? അപ്പോൾ നമ്മുടെ നേതാവ് അവിടുന്ന് പറഞ്ഞ മറുപടി കേൾക്കണോ? ചെറുപ്പക്കാരാ, ഞാൻ ഖുർആനിലൊരായത്ത് ഓർത്തുപോയി. ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അദാഉ സ്സലാത വത്തബഉ ശഹവാതി ഫസൗഫ യൽഖൂന ഗയ്യാ. എന്റെ ജനതയിൽ പിന്നീടൊരു ജനത വരാനുണ്ട്. ആ ജനതയുടെ സ്വഭാവം എന്താണ്? അദാഉ സ്സലാ, അവരെ നിസ്കാരം പാഴാക്കിക്കളഞ്ഞു. നിസ്കാരം അവർക്ക് വിഷയമല്ല.
ഇത് പറയുമ്പോ എന്റെ ചെറുപ്പക്കാരെ മനസ്സിലാക്കണം, ഇത് നിസ്കാരം സമയത്തിന് തീരെ നിസ്കരിക്കാത്തതിനെ കുറിച്ച് പറഞ്ഞതല്ല. പണ്ഡിതന്മാർ മുഫസ്സിരീങ്ങൾ ഈ ആയത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞുകൊണ്ട് പറഞ്ഞു, തീരെ നിസ്കാരം ഉപേക്ഷിച്ചതിനെ കുറിച്ച് പറഞ്ഞതല്ല, അതിനെക്കുറിച്ച് പറഞ്ഞതല്ല. ഇത് നിസ്കാരത്തിന്റെ മുറ പോലെ നിസ്കരിക്കാതെ സമയം തെറ്റി നിസ്കരിക്കുന്നവർ, ഖളാ ആക്കി നിസ്കരിക്കുന്നവർ, ആ നിലക്കുള്ള ജനത, അവരെ കുറിച്ച് നമ്മുടെ നേതാവ് ഓർത്തു കരഞ്ഞുപോയി. أضاعوا الصلاة واتبعوا الشهوات فسوف يلقون غيا. അവർ നിസ്കാരം ഉപേക്ഷിച്ചുകൊണ്ട്, നിസ്കാരം പാഴാക്കിക്കൊണ്ട്, അതുപോലെ തന്നെ വികാരത്തിന് വഴങ്ങിക്കൊണ്ട്, അവർ ഒരുപാട് വേണ്ടാത്തരം ചെയ്തുകൊണ്ട്, അവർ തെമ്മാടിത്തരം ചെയ്തുകൊണ്ട്, ബസ് സ്റ്റാൻഡിലിരുന്നുകൊണ്ട് ഫേസ്ബുക്ക് വാട്സപ്പിന്റെ പിന്നാലെ നടന്ന് കമന്റ് അടിച്ച് ജോളിയാക്കുന്ന ചെറുപ്പക്കാരനാണ്. അവർക്ക് മറ്റൊന്നും ബോധമില്ല, ദിശാബോധമില്ല, ലക്ഷ്യാബോധമില്ല. വികാരങ്ങൾക്ക് വഴിപ്പെട്ട് ജീവിക്കുന്ന ചെറുപ്പക്കാരാണ്. ആ ചെറുപ്പക്കാര കഥ അവർ അല്ലാഹുവിന്റെ വല്ലാത്ത ശിക്ഷയുള്ള ചീതിനാറുന്ന നരകാവകാശികളായ, നരകത്തിൽ ബന്ധുവുന്ന ഒരുപാട് ജനങ്ങളുണ്ടല്ലോ. ആ നരകത്തിന്റെ വിറക് മനുഷ്യന്മാരാണ്, അതുപോലെ കല്ലുകളാണ്. ആ മനുഷ്യരും കല്ലുകളും കൂടി കത്തി കത്തി ഒതുക്കി അവരുടെ ശക്തവും അതുപോലെ തന്നെ ശരീരത്തിൽ നിന്ന് ഒലിച്ചു വരുന്ന ചീഞ്ചലവുമുണ്ടല്ലോ. ആ രക്തവും ചീഞ്ചലവും സ്റ്റോർ ചെയ്യുന്ന ഒരുമിച്ച് കൂടിയ വലിയ കിണറുണ്ട്. ആ കിണറിന്റെ പേരാണ് എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊരു കിണറുണ്ട് നരകത്തിൽ, അതാണ് അതാം എന്ന് പറയുന്ന ആ ഒരു കിണർ. ആ രണ്ട് കിണറിലും ഈ ദോഷികളായ, തെമ്മാടികളായ, അലപരാധികളായ, ഒരു നിലക്കും ബോധമില്ലാതെ തോന്നിവാസം കാട്ടിക്കൂട്ടിയ അവരുടെ രക്തവും ചീഞ്ചലവും ഒരുമിച്ച് കൂടിയ കിണറാണ്. ആ കിണറിലേക്ക് അവരെന്ന് വലിച്ചെറിയപ്പെട്ടു പോകുമല്ലോ, അവരാ നരകത്തിൽ കിടക്കുമല്ലോ. ഇതോർത്ത് കരഞ്ഞതാണ് അലിയേ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ചെറുപ്പക്കാരെ, നാം മനസ്സിലാക്കണം, നമുക്ക് രക്ഷപ്പെടാനുള്ള പ്രവൃത്തിയാണ്, നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ്? തോന്നിവാസം കാട്ടിക്കൂട്ടുമ്പോ, ആർഭാടങ്ങളിൽ നമ്മൾ ചെന്നുചെല്ലുമ്പോ, നമുക്ക് എത്താനുള്ള വരറ്റ വഴി, നമ്മെ സംരക്ഷിക്കാനുള്ള ഒരൊറ്റ നേതാവ് നമ്മുടെ മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ നബിതങ്ങളെ ഓർത്ത്, ആ നബിതങ്ങളെ സ്നേഹിച്ച് ജീവിക്കലല്ലാതെ, അല്ലാഹുവിലുള്ള വിശ്വാസം വെച്ചു പുലർത്തലല്ലാതെ നമുക്ക് വേറെ ഒരു വഴിയുമില്ല. ഈ നിലക്കുള്ള ചെറുപ്പക്കാരൻ ഒരുപാട് തോന്നിവാസം കാട്ടിക്കൂട്ടുമ്പോ നാം ഒരു സംഭവം ഓർക്കണം. ഞാനൊരു സംഭവം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട സൂഫിവര്യരുടെ നേതാവായ ബഹുമാനപ്പെട്ട ഇമാമുൽ യാഫി റഹിമഹുല്ലാഹ് അവിടുത്തെ റൗദുർ റയാഹീൻ എന്ന ഗ്രന്ഥത്തിൽ പഠിപ്പിക്കുന്നു. ഒരു ചെറുപ്പക്കാരന്റെ കഥ പറയുന്നു. ആ ചെറുപ്പക്കാരൻ നല്ല സുന്ദരനും സുമുഖനുമാണ്. ആ ചെറുപ്പക്കാരനായ, ആ നല്ല ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരനെ കുറിച്ച് പണ്ഡിതന്മാര് പറയുന്നു. അദ്ദേഹത്തിനെ പറയാറുള്ളത് ലഖീതു റജുലൻ ബിൽ ബസ്റതി യുറഫു ബിൽ മിസ്ക്, കസ്തൂരി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. കസ്തൂരി എന്ന അദ്ദേഹത്തിന്റെ പേരല്ല, മറിച്ച് കസ്തൂരിയുടെ സുഗന്ധമാണ് ആ ചെറുപ്പക്കാരനുള്ളത്. ആ ചെറുപ്പക്കാരനുണ്ടല്ലോ, ഏത് വഴിക്ക് വന്നാലും നല്ല സുഗന്ധത്തിന്റെ, കസ്തൂരിയുടെ സുഗന്ധമാണ് വാസന
വാസനയാണ്. ആ നിലക്കുള്ള ചെറുപ്പക്കാരനായ ഒരു സുമുഖനും നല്ല ചെറുപ്പക്കാരന്റെ കഥയാണ് ബഹുമാനപ്പെട്ട ഇമാമുൽ യാഫിഈ റഹിമഹുല്ലാഹ് അവിടുത്തെ റൗദുർ റയാഹീനിൽ രേഖപ്പെടുത്തുന്നത്. ആ മഹാൻ ഇങ്ങനെ ബസ്രയുടെ പള്ളിയിൽ വരും. കുറെ ആൾക്കാർ ഇദ്ദേഹത്തെ മണക്കാൻ വേണ്ടി വരും. ആ മഹാനോട് ചെറുപ്പക്കാരനോട് അവിടെയുള്ള ആൾക്കാർ ചോദിച്ചു, അങ്ങനെ ആ ചെറുപ്പക്കാരൻ നിങ്ങൾ ഈ സുഗന്ധം വാങ്ങാൻ എത്രയാണ് ചെലവഴിക്കുക? ഈ ചെറുപ്പക്കാരനോട് അവിടെയുള്ള ആൾക്കാർ ചോദിക്കും, എത്ര പൈസ നിങ്ങൾക്ക് വേണം, എത്ര ക്യാഷ് വേണം? ചെറിയ ഒരു തുള്ളി കസ്തൂരി കിട്ടാൻ തന്നെ നല്ല ക്യാഷ് കൊടുക്കണമല്ലോ. നിങ്ങൾ ഇത്രയും സുഗന്ധം മൊത്തം മണക്കുന്ന എപ്പോഴും നോക്കിയാലും നിങ്ങൾ എത്ര ചെലവഴിക്കണമെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു സുഗന്ധവും വാങ്ങിയിട്ടില്ല, ഞാനൊരു സുഗന്ധത്തിനും പൈസ കൊടുത്തിട്ടില്ല, ഞാനൊരു സുഗന്ധവും ഉപയോഗിച്ചിട്ടില്ല. ഓ മുഅ്മിനീങ്ങളെ, ചെറുപ്പക്കാരെ, കാരണവന്മാരെ, നമ്മളൊന്ന് ഓർക്കണം. ഈ ചെറുപ്പക്കാരൻ കളവ് പറയുന്നതല്ല. ഞാൻ ഇന്നേ വരേക്കും ഒരു സുഗന്ധവും ക്യാഷ് കൊടുത്തിട്ട് വാങ്ങിയിട്ടില്ല, ഞാനൊരു സുഗന്ധവും ഉപയോഗിച്ചിട്ടില്ല. ഞാൻ എന്റെ സംഭവം പറയാം. എന്താണെന്നറിയുമോ? എന്റെ ഉപ്പ ഒരു കച്ചവടക്കാരനാണ്, ഒരു നല്ല കച്ചവടം ചെയ്യുന്ന ഒരാളാണ്. ആ കച്ചവടം ചെയ്യുന്ന എന്റെ ഉപ്പാന്റെ കൂടെ ചിലപ്പോഴൊക്കെ കമ്പോളത്തിലേക്ക്, മാർക്കറ്റിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോകാറുണ്ട്. ആ പോകുമ്പോ എല്ലാവരും എന്നെ ഫോളോ ചെയ്യാറുണ്ട്. കാരണം ഞാൻ നല്ല സുന്ദരനാണ്, നല്ല സുമുഖനാണ്. അതുകൊണ്ട് എന്നെ ഫോളോ ചെയ്തിട്ട് കുറെ ആൾക്കാരൊക്കെ വരാറുണ്ട്. അങ്ങനെ വരുന്നതിനിടയ്ക്ക് ഞാൻ കമ്പോളത്തിലിരിക്കുമ്പോ, എന്റെ ഉപ്പാന്റെ കച്ചവട സ്ഥലത്തിരിക്കുമ്പോൾ ഒരു ദിവസമതാ ഒരു പെണ്ണുങ്ങള് വരുന്നു. പ്രായമുള്ള പെണ്ണുങ്ങളാണ്, ഒരു പ്രായമുള്ള പെണ്ണാണ്. ആ പെണ്ണ് വന്നിട്ട് കുറെ സാധനം ചരക്ക് പീടിയിൽ നിന്ന് വാങ്ങുന്നു. ഞങ്ങളെ പീടിയിൽ നിന്ന് വാങ്ങിയിട്ട് കൊണ്ടുപോകുമ്പോ എന്റെ ബാപ്പയോട് പറഞ്ഞു, കുറെ സാധനമുണ്ടല്ലോ മുതലാളി, ഈ സാധനം കൊണ്ടുപോകാൻ എനിക്ക് കഴിയില്ല, അതുകൊണ്ട് എനിക്ക് സഹായമായി ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചപ്പോൾ ആ വ്യക്തിയുടെ മകനെ, ഈ സുമുഖനായ ചെറുപ്പക്കാരന് ഈ ഉമ്മയുടെ കൂടെ പറഞ്ഞു വിടുന്നു. ആ ഉമ്മയുടെ കൂടെ പറഞ്ഞു വിട്ട് വീട്ടിലേക്ക് എത്തിയപ്പോ സുബ്ഹാനല്ലാഹ്, വലിയ കൊട്ടാരമാണ്. സ്വർണത്തിനാലും വെള്ളിയാലും നിർമ്മിക്കപ്പെട്ട കൊട്ടാരം. ആ കൊട്ടാരത്തിന്റെ രൂപവും അതിന്റെ ശൈലിയും അതിന്റെ വർണ്ണവും അതിന്റെ ഭംഗിയുമൊന്നും അവർണ്ണനീയമാണ്. ആ സുന്ദരമായ കോട്ടയുണ്ടല്ലോ, ആ കോട്ടയിൽ നിന്ന് ഞാൻ എത്തിയപ്പോ അതിന്റെ അകത്തകത്ത് അന്തരാൾ ഭാഗത്തേക്ക് എന്നെ വിളിച്ചുകൊണ്ടുപോവുകയാണ്. വിളിച്ചുകൊണ്ടുപോയി നോക്കുമ്പോ അവിടെ സുമുഖിയായ ഒരു ചെറുപ്പക്കാരിയുണ്ട്. ആ പെണ്ണിന് വേണ്ടിയിട്ട് ഈ പെണ്ണുങ്ങൾ കൊണ്ടുപോയതാ. പ്രായമുള്ള ഈ ഉമ്മ, ആ പെണ്ണിന്റെ ഉമ്മ ഒന്നല്ല, വേലക്കാരിയായ പെണ്ണ് ഇയാളെ കൊണ്ടുപോയത് അവിടെ കൊടുക്കാൻ വേണ്ടിയാണ്. സുമുഖിയും സുന്ദരിയുമായ ആ ചെറുപ്പക്കാരിയുടെ അടുത്തേക്ക് എന്നെ കൊണ്ടുപോയപ്പോ
എല്ലാ നിലക്കും സൗന്ദര്യവും എല്ലാ നിലക്കുള്ള ആഡംബരത്തിനും ലക്സൂറിയസായ നല്ല ജീവിതവും അതുപോലെ തന്നെ സെറ്റിംഗായ ഡെക്കറേറ്റഡായ റൂമുകളുമൊക്കെ എല്ലാം അവിടുന്ന് എനിക്ക് ലഭിച്ചുവെങ്കിലും ഞാൻ എന്റെ യജമാനനായ അല്ലാഹുവിനെ ഓർത്തുപോയി. ആ പെണ്ണെന്നെ പിടിച്ച് കൂട്ടി മാറോടടുത്ത് വിളിച്ചു എന്നോട് കൂട്ടിപ്പിടിച്ച് അപ്പോൾ എന്നോട് പറയുകയും ചെയ്തു, സുന്ദരിയായ പെണ്ണ്, ലകഅദീ മാ തുഹിബ്ബു, എടാ നിനക്ക് വേണ്ടതെന്തൊക്കെയുണ്ടോ, ഇഷ്ടമുള്ളതെന്തൊക്കെയുണ്ടോ അതൊക്കെ ഇവിടെ ലഭ്യമാണ് എന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു, എന്റെ യജമാനനായ റബ്ബിനെ വീക്ഷിക്കുന്നുണ്ടല്ലോ. ഓ ചെറുപ്പക്കാരാ, വാട്സപ്പിന്റെയും ഫേസ്ബുക്കിന്റെയും പിന്നാലെ നിങ്ങൾ അതിൽ മുങ്ങിക്കുളിക്കുന്നവരാണ്. ഏതെങ്കിലും മഞ്ഞപ്പെണ്ണിനെ കമന്റടിച്ച് സമയം പാസാക്കുന്ന, ഏതെങ്കിലും അനാവശ്യ അഡ്രസ്സുകൾ നൽകി മോശമായ ബന്ധത്തിനും ദുരുപയോഗത്തിനും മുതിരുന്ന ചെറുപ്പക്കാരാ, ഇതൊന്ന് കേൾക്കണേ. ബഹുമാനപ്പെട്ട ഇമാം ജാഫി റളിയല്ലാഹു അൻഹു അവിടുത്തെ റൗദുർ റയാഹീനിൽ രേഖപ്പെടുത്തുന്നു, ആ ചെറുപ്പക്കാരനോട് എല്ലാ നിലക്കും ഒത്തൊടുങ്ങുകയും പൂർണ്ണമായി ആ അനുകൂല സാഹചര്യത്തിൽ എല്ലാ അഡ്വാൻറ്റേജായ സാഹചര്യത്തിൽ വെച്ചു അവിടുന്ന് പറയുന്നു, നിനക്ക് വേണ്ടതൊക്കെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ അവിടുന്ന് ആ പെണ്ണിനോട് താൽക്കാലികമായ ഒരു എസ്കേപ്പിനുള്ള പഴുത് കാണുകയാണ്. ചെറുപ്പക്കാരനായ ഈ കസ്തൂരിയുടെ പേരിൽ അറിയപ്പെടുന്ന ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ പറയുന്നു, പെണ്ണെ ഓക്കെ, ഞാൻ സമ്മതിക്കാം, നമുക്ക് വേണ്ടതൊക്കെ ഇവിടുന്ന് നല്ലപോലെ അടിച്ചു പൊളിക്കാം. പക്ഷേ ഒരു കാര്യം, അതിനു മുമ്പ് എനിക്കൊരു ഫ്രഷായി കുളിക്കണം, നല്ല പ്രാഥമിക ആവശ്യങ്ങൾ ചെയ്തൊന്ന് കുളിച്ച് നല്ല വൃത്തിയായി ഞാൻ വരാം എന്ന് പറഞ്ഞങ്ങ് ടോയ്ലറ്റിലേക്ക് പോകാൻ ആവശ്യപ്പെടുമ്പോ അതിനും അവിടുന്ന് എല്ലാ നിരക്കും അവിടുന്ന് കൂട്ടിക്കൊണ്ടുപോകാനുള്ള ആളുണ്ട്. അങ്ങനെ കൂട്ടിക്കൊണ്ടുപോയി നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ടോയ്ലറ്റിൽ നിന്ന് പുറത്തു പോകാനുള്ള യാതൊരു വഴിയും കാണുന്നില്ല. അല്ലാഹുവിനെ പേടിയുള്ള ചെറുപ്പക്കാരനാണ്. ഈ സമയത്തന്നെ ആരും കാണുകയില്ല. കണ്ണുകളെ കട്ടുനോട്ടം കാണുന്ന സർവേശ്വരനായ റബ്ബ്, അവൻ ഇന്ന റബ്ബക ലബിൽ മിർസാദ്, നിന്റെ റബ്ബിന്റെ നിരീക്ഷണം, അവന്റെ എക്സ്പ്ലോറേഷൻ, അതൊന്നും ആർക്കും മറച്ചു വെക്കാൻ കഴിയുകയില്ല. അതിന് ഹിഡൻ ക്യാമറ വേണ്ട, CCTV വേണ്ട. ബസ്വീറായ അല്ലാഹ് അവനെല്ലാം കാണുന്നു. മാലിക്കുൽ മുലൂഖായ റബ്ബ് അവൻ കാണുന്നെന്ന ശരിയായ ബോധമുള്ള ചെറുപ്പക്കാരൻ അവിടുന്ന് തീരുമാനിച്ചു, എനിക്ക് രക്ഷയില്ല, സാൽവേഷൻ ഇല്ല, എനിക്ക് രക്ഷപ്പെടാൻ യാതൊരു പഴുതുമില്ല. പഴുതുകളൊക്കെ അടുക്കപ്പെട്ടു പോയ കാരണത്താൽ ഒരു തീരുമാനത്തിലെത്തുന്നു ചെറുപ്പക്കാരൻ. അതാ മലം വിസർജനം നടത്തിയ സ്വന്തം മലം, ആ കാഷ്ടം എടുത്ത് തന്റെ കൈകൊണ്ട് വാരി ശരീരമാസകലം മലം അങ്ങ് മൊത്തമായി ശരീരത്തിന് പൂശുകയാണ്, ശരീരത്തിലേക്ക് തേക്കുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നജസാണ് നമുക്കറിയാം, കാഷ്ടം നജസെന്നറിയാം. പക്ഷേ നജസിനെക്കാളും
വലുതല്ലേ അനാശാസ്യ പ്രവണതകളിൽ ഏർപ്പെടുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അനാവശ്യ പ്രവണതക്ക് മുതിരാതെ ചെറുപ്പക്കാരൻ ദീനീയായ കെട്ടുറപ്പിന്റെയും അതുപോലെ തന്നെ സ്ട്രക്ചറിലും ബിൽറ്റ് ചെയ്യപ്പെട്ട ഒരു ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരൻ അവിടുന്ന് തീരുമാനിച്ചതാ ആ കാഷ്ടമങ്ങ് ശരീരമാസകലം പുരട്ടുകയാണ്. ഇന്ന് നമ്മുടെ ചെറുപ്പക്കാരെന്ന് ഓർക്കണം, ആധുനിക കലാലയങ്ങൾ കാമാലയങ്ങളാകുന്ന കാലമാണ്. ആധുനിക കലാലയങ്ങൾ ഒരുപാട് കലാലയങ്ങൾ ഇന്ന് കാമാലയമാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല. ലൈംഗിക വസ്തുക്കളും അതുപോലെ തന്നെ നമ്മുടെ ഗർഭനിരോധനത്തിന്റെ വസ്തുക്കളൊക്കെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നത് ഇന്നുള്ള കലാലയങ്ങളുടെ കോമ്പൗണ്ടിലാണ്, അതിന്റെ പരിസരത്തിൽ നിന്നാണെന്ന് സർവേ പഠിപ്പിക്കുന്നു. സർവേ പറയുന്ന അങ്ങനെ ഏറ്റവും കൂടുതൽ ഗർഭനിരോധനത്തിന്റെയും അതുപോലെ തന്നെ ലൈംഗിക വസ്തുക്കളെ ഉപയോഗിക്കുകയും അതിന് തടസ്സം സൃഷ്ടിക്കുകയും ചെയ്യുന്ന വസ്തുക്കളും ഉപകരണങ്ങളൊക്കെ ഉണ്ടാക്കുന്നതും അതൊക്കെ കൂടുതൽ ഉപഭോക്താക്കളാകുന്നതും കലാലയങ്ങളുടെ പരിസരത്തിൽ വെച്ചാണ്. ആരാ കലാലയത്തിൽ പഠിക്കുന്നത്? ആരാണ് അതിൽ നിന്ന് മുക്തരായവർ? അതുകൊണ്ട് ഈ ചെറുപ്പക്കാരൻ അവിടുന്ന് തീരുമാനിച്ചു, യജമാനനായ റബ്ബിനെ മാത്രം ഓർത്തുകൊണ്ട് ചെറുപ്പക്കാരൻ തീരുമാനിച്ചു, ഞാനില്ല, എന്റെ ശരീരമാസകലം നജസായാലും തിരക്കേടില്ല, അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തവർ വേണ്ടാത്തരത്തിന് ഞാൻ മുതിരുന്ന പ്രശ്നമില്ല. അതുകൊണ്ട് തന്നെ ചെറുപ്പക്കാരൻ അങ്ങനെ ചെയ്തു. അങ്ങനെ ടോയ്ലറ്റിൽ നിന്ന് പുറത്തു വരുമ്പോ അതാ പരിവാരങ്ങളോട് പറയുന്നു, ആ പെണ്ണ് സുമുഖിയും സുന്ദരിയുമായ പെണ്ണുണ്ടല്ലോ, ഈ സുന്ദരനായ